ഹായ് രഞ്ജിത്ത്. ദുരിത സമയങ്ങളിൽ ബുദ്ധിപൂർവമായ സമീപനം എങ്ങനെ എടുക്കണമെന്ന് MSCKS പറഞ്ഞതൊന്ന് നമുക്ക് നോക്കാം. ഹൗ ടു ഹാൻഡിൽ എനി ക്രൈസിസ് വൈസ്ലി. When facing a crisis, the first step is to pause and become silent within yourself. പ്രതിസന്ധി വന്നാൽ ആദ്യം ഒരു നിമിഷം നിശ്ചലമായി നിൽക്കുക. ഉള്ളിൽ ഒരു ശാന്തത ഉണ്ടാക്കേണ്ടതുണ്ട്. Ask yourself, what is exactly is the problem? പ്രശ്നം എന്താണ്? What is truly happening here? എന്താണ് പ്രശ്നം? എന്താണ് നടക്കുന്നത്? Most of the time, fear comes from confusion, not from the problem itself. Then next ask, is the information correct? Is it validated? അതെ, എനിക്ക് ലഭിച്ച വിവരം ശരിയായി തന്നെയാണോ? അത് സ്ഥിരീകരിച്ചിട്ടുണ്ടോ? ഹാഫ് ദ സ്ട്രെസ് ഡിസപ്പിയേഴ്സ് വെൻ യു സെപ്പറേറ്റ് ഫാക്ട്സ് ഫ്രം അസംഷൻസ്. ദെൻ ആസ്ക്, വാട്ട് ഈസ് ദ വേഴ്സ്റ്റ് തിങ് ദാറ്റ് ക്യാൻ റിയലിസ്റ്റിക്കലി ഹാപ്പൻ? എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ള ഏറ്റവും മോശം കാര്യങ്ങൾ? When you look directly at the worst outcome, unnecessary fear melts away. The next question is crucial. Can I do something about this? ഇതിനെക്കുറിച്ച് ഞാൻ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ? അല്ലെങ്കിൽ ചെയ്യാൻ കഴിയുമോ? If the answer is yes, then act with calmness, clarity and confidence. ഉത്തരം യെസ് എന്നാണെങ്കിൽ, ഉണ്ട് എന്നെങ്കിൽ ശാന്തതയോടെ, വ്യക്തതയോടെ, ആത്മവിശ്വാസത്തോടെ പ്രവർത്തിക്കുക. ഇഫ് ദ ആൻസർ ഇസ് നോ, ദെൻ ഡു നോട്ട് ഫോഴ്സ് ആക്ഷൻ ഔട്ട് ഓഫ് ഫിയർ. ഉത്തരം ഇല്ല എങ്കിൽ ഭയപ്പെട്ട് എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കരുത്. ഇൻസ്റ്റഡ് ബി പേഷ്യൻറ്റ്, വെയിറ്റ് ഫോർ ദ റൈറ്റ് മൂമെൻറ്റ്. ക്ഷമയോടെ കാത്തിരിക്കുക, ശരിയായ സമയത്ത് പ്രവർത്തിക്കുക. സം പ്രോബ്ലംസ് സോൾവ് ദംസെൽവ്സ് വിത്ത് ടൈം. Others become clear when the mind becomes calm. Finally, when clarity comes, take wise and timely action. അവസാനം വ്യക്തത വന്നപ്പോൾ ശരിയായ സമയത്ത് ബുദ്ധിപൂർവമായ നടപടി സ്വീകരിക്കേണ്ടതുണ്ട്. This is simple method helps you turn crisis into clarity, fear into strength, and confusion into wisdom. ഈ രീതിയിലൂടെ പ്രതിസന്ധി വ്യക്തതയാക്കാനും ഭയത്തെ ശക്തിയാക്കി മാറ്റാനും ആശയക്കുഴപ്പത്തെ ജ്ഞാനമാക്കാനും നമുക്ക് കഴിയുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഓൺ ബിഹാഫ് ഓഫ് മഹാത്മാ ചോവാകോക് സ്വി ആൻഡ് മൈ ഷാർലറ്റ് ആൻഡ് ഓൺ ബിഹാഫ് ഓഫ് ദ ഇന്നർ സയൻസസ് ഇന്ത്യ ട്രസ്റ്റ് കൊൽക്കത്ത, നമസ്തേ. താങ്ക് യു രഞ്ജിത്ത്.